ഹായ്, ശ്രുതിയാണേ. വീഡിയോസ് എടുത്തും എഡിറ്റ് ചെയ്തും വോയിസ് ഓവർ കൊടുത്തും വലിയ ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഈ പരുവാക്കിയത്. സത്യത്തിൽ ഈ യൂട്യൂബേഴ്സിനെയൊക്കെ സമ്മതിക്കണം. എത്ര ക്ഷമയോടെയായിരിക്കും അവരിതൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഇന്ന് ഉത്രാട ദിവസാട്ടോ. നാളെ തിരുവോണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ ഞാനും ഹസ്ബൻഡും കൂടി രാവിലെ ഇറങ്ങിയതാ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് കാർത്തിക്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. നാളത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായി ഞങ്ങൾ രണ്ടുപേരും കൂടി കൊട്ടിയത്തെ നമ്മുടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. രാവിലെ ഇറങ്ങിയതുകൊണ്ടാവാം പതിവ് പോലെ നമ്മുടെ കൊട്ടിയത്തുള്ള ഭീകരമായിട്ടുള്ള തിരക്കില്ല. അല്ലെങ്കിൽ ഈ ജംഗ്ഷനൊന്നും കടന്നു കിട്ടാൻ എത്ര ടൈം ഇവിടെ കളയണമെന്നറിയോ. അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അച്ഛനും അമ്മയും കൂടി പോയി ഇന്നലെ വാങ്ങിച്ചു വെച്ചിരുന്നു. ഇന്നിപ്പോൾ ചെറിയ പർച്ചേസാ. പച്ചക്കറിയും അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളും മാത്രം. ആദ്യമായിട്ട് വോയിസ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം എൻ്റെ വോയിസിൽ ഇടയ്ക്ക് തപ്പലും തടയലും ഒക്കെ തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് കേൾക്കുന്ന നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറിയാൽ നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന സാധനങ്ങൾ പോലും എടുക്കാൻ നമുക്ക് തോന്നും അല്ലേ. ലുലു എന്നല്ല, ഒരുവിധം ഏത് ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും ഇത് തന്നെയായിരിക്കും പെണ്ണുങ്ങളുടെ അവസ്ഥ. കയറി വരുമ്പം തന്നെ നല്ലൊരു അത്തപ്പൂക്കളം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ആവശ്യത്തിനല്ല കേട്ടോ, അനാവശ്യത്തിനും എടുത്തും തോന്നുന്നു. ഓരോ സാധനങ്ങൾ എടുത്തിട്ടും ഞാൻ കാർത്തിക്കിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കും. അപ്പോൾ നീ ഇത് വാങ്ങാനാണോടി ഇങ്ങോട്ടിപ്പോൾ വന്നേന്ന് ഭാവത്തിൽ ആൾ എന്നെ ഒന്ന് നോക്കും. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ലുലുവിന്ന് തിരിച്ചു പോന്നു കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ ഓർത്തത്. നാളത്തേക്ക് ചിപ്സും ശർക്കര വരട്ടിയൊന്നും നമ്മൾ വാങ്ങിയില്ല. എല്ലാ വർഷവും നമ്മൾ ചിപ്സ് വറക്കാറായിരുന്നു പതിവ്. പക്ഷേ ഇത്തവണ നമ്മുടെ വെളിച്ചെണ്ണയുടെ വില കുതിച്ചങ്ങ് കയറിയില്ലേ. അതുകൊണ്ട് തന്നെ ഇത്തവണ വറക്കണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ ചിപ്സൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നൊരു കടയുണ്ട്. അവിടെ പോയി ചിപ്സും ശർക്കര വരട്ടിയും പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. നിങ്ങളൊക്കെ ഈ വർഷം ചിപ്സ് വറക്കുമായിരുന്നോ, അതോ കടയിൽ നിന്ന് ഞങ്ങളെപ്പോലെ വാങ്ങിക്കുമായിരുന്നോ? എന്തായാലും കമൻ്റ് ഇടണം കേട്ടോ. ഇതോടെ രാവിലത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് അത്യാവശ്യ പണികളൊക്കെ ഉണ്ട്. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. എന്തിനാന്നല്ലേ, ഉത്രാടപ്പാച്ചിൽ കാണാൻ. എല്ലാ വർഷവും ഓണത്തിൻ്റെ തലേന്ന് ഇത് ഞങ്ങൾക്ക് പതിവാട്ടോ. പ്രത്യേകിച്ച് വലിയ പർച്ചേസൊന്നും ഇല്ലെങ്കിലും പുറത്തെ വൈബൊക്കെ ഒന്ന് കണ്ട് കറങ്ങി നടക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ വർഷവും ഓണത്തിൻ്റെ തലേന്ന് ഞങ്ങൾ ഇതുപോലെ പോകാറുണ്ട്. ഉത്രാടപ്പാച്ചിൽ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ അപ്പുക്കുട്ടനെ വിളിച്ച് ഞങ്ങൾ കൊണ്ടുവന്നേ. അപ്പുക്കുട്ടൻ ആരാന്ന് നിനക്കറിയില്ലല്ലോ. അപ്പുക്കുട്ടൻ എൻ്റെ മോനാ. പോകാൻ ഇറങ്ങുന്നതിന് മുമ്പാ അമ്മ പറഞ്ഞത്, നാളെ പാലടയും കൂടി വെക്കാം, നീ പോയിട്ട് വരുമ്പോൾ ബോളി ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വരാം. എവിടുന്ന്? ബോളി തപ്പി കൊല്ലത്തുള്ള ഒട്ടുമിക്ക കടകളിലും ഞങ്ങൾ പോയി. എങ്ങും ബോളിയില്ല. അങ്ങനെ ബോളി തപ്പി നടന്ന് ക്ഷീണിച്ച് അവസാനം ആശ്രമ ഗ്രൗണ്ട് വഴി ഞങ്ങളൊന്ന് കറങ്ങി. എന്ത് പൊന്നോ, കൊല്ലത്ത് വീടുകളിലൊന്നും ഒറ്റ മനുഷ്യരില്ലെന്നേ. എല്ലാവരും ഇവിടെ ഉണ്ട്. എന്തൊരു തിരക്കായിരുന്നു അവിടെ. ലൈറ്റും ബഹളവും ആരവമൊക്കെ കണ്ടപ്പോൾ അപ്പുക്കുട്ടൻ, അച്ഛേ വണ്ടി നിർത്ത്, നമുക്കിവിടെ കയറാമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. തിരക്ക് കണ്ടപ്പോൾ കയറാൻ തോന്നിയില്ല. പിന്നെ അവിടുന്ന് നാളത്തേക്കുള്ള ഇലയൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു അമ്പലം കേട്ടോ ഇത്. അവരച്ഛനും മോനും സ്ഥിരം ഇവിടെ വരാറുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് വന്നപ്പോൾ ഓണം പ്രമാണിച്ച് ഇവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, അച്ഛനും മോനോട് ഊഞ്ഞാലാടാൻ തുടങ്ങി. എൻ്റെ അപ്പുക്കുട്ടൻ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ, അവന് KFC വേണോ അമ്മേ, KFC വേണോ അമ്മേന്ന്. അങ്ങനെ ഇന്ന് അവന് KFC വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ
അപ്പുക്കുട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ KFC കഴിക്കാൻ വന്നു. KFC ഒക്കെ കഴിച്ച് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പടക്കമൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ പോയി. എല്ലാ വർഷവും ഓണത്തിനുള്ള പതിവാട്ടോ. ഓണത്തിന് മാത്രമല്ല, വിഷുവിനും വാങ്ങും. ഇതൊക്കെയല്ലേ അവനൊരു സന്തോഷം. അങ്ങനെ പടക്കമൊക്കെ വാങ്ങിച്ച് പടക്കമൊക്കെ വീട്ടിൽ വന്ന് പൊട്ടിച്ചു. ആൾക്ക് ഒറ്റയ്ക്ക് കമ്പിത്തിരി പിടിക്കാൻ പേടിയാട്ടോ. അതിനൊരു കമ്പയിലൊക്കെ കുത്തി വെച്ച് കൊടുത്ത് ആളെ ഭയങ്കര ഹാപ്പിയാക്കി. അവന് ഭയങ്കര സന്തോഷം ഇതൊക്കെ കാണുന്നത്. അങ്ങനെ ഉത്രാടത്തിൻ്റെ തിരക്കുകളും ഉത്രാടപ്പാച്ചിലും എല്ലാം നിർത്തി ഞങ്ങൾ വീട്ടിൽ വന്നു. ഇനി നാളെ തിരുവോണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വ്ലോഗിൽ പറയാട്ടോ. ടാറ്റാ, ബൈ ബൈ.